ഇപ്രാവശ്യത്തെ ഓണം നബിദിനൊക്കെ ഒന്നിച്ചല്ലേ, അതുകൊണ്ട് നമുക്ക് ഇലയിൽ തന്നെ നമ്മൾ നബിദിനത്തിൻ്റെ തളിപ്പറമ്പ് മാർക്കറ്റിൽ കിട്ടുന്ന ചോറുണ്ട്, അതും ബീഫും, അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാലല്ലോ കുറേ കാലമായി ഞാനിത് കഴിച്ചിട്ട്, കാരണം നമ്മൾ പ്രവാസികളല്ലേ. അപ്പോൾ ഇന്ന് രാവിലെ ഒരാളെ വിട്ട് വാങ്ങിപ്പിച്ചു, ഇപ്പോൾ കൊണ്ടുവന്നേ ഉള്ളൂ. അങ്ങനെ നെയ്ച്ചോറ് ഇലയിലേക്കിട്ട് അതിൻ്റെ മുകളിൽ ആ ബീഫും. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ മാർക്കറ്റിൽ പോയിട്ട് ഇങ്ങനെ ക്യൂ നിന്ന് വാങ്ങാറുണ്ട്. ഞാൻ ഇന്ന് രാവിലെ ഉണ്ടല്ലോ സ്ഥലത്തുണ്ടായിട്ടില്ല, വേറൊരാളെ വിട്ട് വാങ്ങിപ്പിക്കാൻ ഇപ്പം വന്നപാടെ തന്നെ കഴിക്കാൻ പോയെന്നേ. മോനിങ്ങനെ കഴിക്കാനായിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്, ഇലയിലേക്ക് വിളമ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പണ്ടൊക്കെ ഉണ്ടല്ലോ ഈ ചോറ് വീട്ടിലെത്തിയ ഉടനെ തുറക്കുമ്പോൾ തന്നെ ആ ബീഫിൻ്റെ ഒക്കെ ഒരു സ്പെഷ്യൽ മണം ഉണ്ടാറുണ്ട്. ആ ഒരു മണത്തിൻ്റെ കുറവ് ഇപ്പം ഉണ്ട്, പക്ഷേ ടേസ്റ്റൊക്കെ അടിപൊളിയാണ്, നല്ല സൂപ്പറായിരുന്നു. അങ്ങനെ ഞാനും മോനും കൂടി കുറച്ചെടുത്ത് കഴിച്ചു. അപ്പോൾ കഴിക്കുന്നതിനേക്കാളും നമ്മളൊരു നൊസ്റ്റോ ഉണ്ടല്ലോ, പണ്ട് കാലത്ത് ആ ചെറുപ്പകാലത്തേക്ക് നൊസ്റ്റോ ആണ് കൂടുതലായി വന്നത്. അങ്ങനെ മോനൊക്കെ വാരിക്കൊടുത്തു. നല്ലൊരു നൊസ്റ്റോ ഫീലിൽ തളിപ്പറമ്പ് മാർക്കറ്റിലെ നെയ്ച്ചോറും ബീഫും.